വേറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? റൂട്ട് റെക്കോർഡ്സ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മടുപ്പിനുണ്ടോ? പാവം കുറെ ഇന്റർവ്യൂ കൊടുത്തല്ലേ? അതെ, നമ്മൾ ഇന്ത്യ ടു ആഫ്രിക്ക 32 രാജ്യങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് മുംബൈ വരെ പോകും. പിന്നെ മുംബൈ കൊതിപ്പിക്കുന്ന ഒരു പ്രൊഫഷണലിസം നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ ലക്ഷദ്വീപ് ഒക്കെ കഴിഞ്ഞ് വന്നിപ്പോൾ വീട്ടിൽ ലക്ഷദ്വീപിൽ വീഡിയോ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്കിൽ. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ടോ? ബി ബ്രോ സ്റ്റോറീസ് അല്ലേ? ഞാൻ നോക്കുമ്പോൾ കൂടുതൽ ഒരാൾ ഇങ്ങനെ നിൽക്കണം സാധുവിനെ പോലെ. അപ്പോൾ കൈയോടെ പോക്കി നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വരേണ്ടായ കാരണം നമ്മുടെ യാത്ര ടുഡേ ദിൽഷാദിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് നടക്കാൻ പോവാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട്, ബൈക്ക് റൈഡാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി അവിടുന്ന് പിന്നെ വേറൊരു ടൗൺ ബസ്സിന് കയറി ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഇവിടെ വെച്ചാണ് പരിപാടി നടക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടു. 2 യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പരിചയമുള്ള വലിയ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിപ്പോഴുള്ള ചെറിയ യൂട്യൂബറാ ആണല്ലേ? അനസരൂര് അടിച്ചാൽ മതി യൂട്യൂബിൽ. അനസരൂര് പിന്നെ ഷാഫി വലിയാട്ടിൽ രണ്ട് ചാനൽ ഉടമസ്ഥന്മാരോടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരുപാട് ചാനലിന്റെ ഉടമസ്ഥന്മാരും വലിയ യൂട്യൂബേഴ്സൊക്കെ വരും. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. തിന്നാനുണ്ടാവും ആദ്യം പറഞ്ഞിട്ടുണ്ട്. തിന്നാൻ കിട്ടിയാൽ മതി ഇവിടെ. ഏതായാലും നിങ്ങളൊക്കെ കയറിയ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളൊക്കെ വിജയം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടന്റും നല്ല നല്ല വീഡിയോസും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ യാത്രയാണെങ്കിൽ എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താണോ അത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരാളെ സപ്പോർട്ട് മതി ജീവിതം മാറി മറിയാൻ. അപ്പോൾ ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഒക്കെ ദിൽഷാദിന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ദിൽഷാദിന്റെ ഫാൻസുകളാണ്. അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തുടങ്ങില്ല പരിപാടി. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ഇവിടെ ഐതിഹാസികമായിട്ടുള്ള ഒരു ട്രിപ്പിന് തുടക്കം കുറിക്കാൻ പോവാണ്. ഫ്ലാഗ് ഓഫ് ആണ്. അപ്പോൾ കുറച്ച് നേരം ആവും. അപ്പോൾ നമുക്ക് ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ടൈമായിട്ടോ. അപ്പോൾ ദിൽഷാദ് വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് പുറത്തേക്ക് മാറിയാണ്. ദിൽഷാദിലൂടെ വണ്ടിയിട്ട് പോകണുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുഹമ്മദ് അലിയാണ്. കോട്ടപ്പുറമാണ്. നമ്മളെ ദിൽഷാദിൻ്റെ ഒരു ചങ്കാണ്. നമ്മളെ ചാനൽ വാച്ച് ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദിൽഷാദിനെ കാണാനായിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്യേക്കും. അപ്പോൾ ഞാൻ മൂപ്പരും കൂടെ അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ അതാ മുന്നിൽ അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നത്. അതാ അവിടെ നമ്മളെ ഫ്ലാഗ് ഓഫ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ആദ്യം വണ്ടിയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. രണ്ട് ബോക്സൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ടോപ്പ് ബോക്സൊക്കെ ഘടിപ്പിച്ചു. ഫ്രണ്ടിൽ ഇതിലെന്താ സാർ? പെട്രോള് രണ്ടിലും പെട്രോള്. ഇതിൽ ഡ്രസ്സ്, വണ്ടിയിൽ ടൂൾസ്, ഡോക്യുമെന്റ്സ്. ഓക്കെ. ഇന്ത്യ ടു ആഫ്രിക്കയുടെ മൊത്തം 31 രാജ്യങ്ങൾ, ഇന്ത്യ അടക്കം 32 രാജ്യങ്ങൾ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുംബൈയിൽ പനവേൽ നമ്മളെ ബൈക്ക് നമ്മൾ ഷിപ്പ് ചെയ്യും ദുബായിലേക്ക്. ദുബായ് പോർട്ടിലെത്താൻ 7 ദിവസം പിടിക്കും. 7ാമത്തെ ദിവസം ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ദുബായ് ടു അൾജീരിയ വരെ, അതായത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ അൾജീരിയ വരെയാണ് യാത്ര ഉണ്ടാവുക. ആഫ്രിക്കയിൽ 27 രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ GCCയിൽ 3 രാജ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ലിബിയ വഴിയാണ് വരിക. അപ്പോൾ ആ ഒരു രാജ്യം കൂട്ടി 31 രാജ്യങ്ങളുണ്ടാവും. പിന്നെ നമുക്ക് ആകെ ഷിപ്പ് ചെയ്യേണ്ടി വരുന്നത് ദുബായിലേക്ക് മാത്രമാണ്. പിന്നെ കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് സൂയസ് കനാൽ വഴിയാണ് നമ്മളെ ബൈക്ക് കൊണ്ടുപോവുക. അപ്പം ഫെറിയിലും കയറ്റേണ്ടി വരും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും തന്നെ വിചാരിക്കുക. നമ്മൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ രാജ്യത്ത് വണ്ടി ഓടിക്കാൻ പറ്റും അത്രയും രാജ്യത്തൊക്കെ നമുക്ക് ഓടിക്കാം. പിന്നെ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള ലൈസൻസിൽ ഏതൊക്കെ
വണ്ടീൻ്റെ ലൈസൻസ് ഉണ്ടോ അത്രയും വണ്ടികളും നമുക്ക് ഈ രാജ്യത്തൊക്കെ വിസിറ്റ് വിസയിൽ തന്നെ ഓടിക്കാന്നുള്ള പ്ലാനിലാണ്. അതിനിടയിൽ പോലീസുകാർ വന്ന് എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഫ്ലാഗ് ഓഫിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്ര ആൾ കൂടിയതൊരു പ്രശ്നമാണ്, പ്രോട്ടോക്കോളിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ചോദിക്കണം. പക്ഷേ അത് ബൈക്കിൽ കയറി ഇടയായിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇവിടെ കൂട്ടം കൂടാൻ പറ്റില്ല, കാരണം പോലീസുകാരവിടെ അപ്പുറത്തൊന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിപാടികളൊന്നും ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നും നടത്താൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇതിൽ വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്, പുറപ്പെടുകയായിരിക്കാനാണ് സാധ്യത. പിന്നെ ട്രിപ്പിൻ്റെ എല്ലാ വിശദാംശങ്ങളും ദിൽഷാ നേരിട്ട് പറഞ്ഞ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് രാജ്യങ്ങൾ ഒരുപാട് കവർ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഇവിടെ ദുബായിക്ക് ബൈക്ക് ഷിപ്പ് ചെയ്യുന്നു, പിന്നെ അവിടുന്ന് 7 ദിവസം കഴിഞ്ഞിട്ട് ബൈക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അടുത്ത അറബ് രാഷ്ട്രങ്ങളൊക്കെ കറങ്ങി പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കവർ ചെയ്ത് മൊത്തം രാജ്യങ്ങൾ കവർ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ചാനൽ യാത്രാ ടുഡേ എന്നാണ് ചാനലിൻ്റെ പേര്. ഒരു വാച്ച് ചെയ്യുക, എല്ലാവർക്കും അറിയുന്ന ചാനലാണ്, പോപ്പുലർ ആയിട്ടുള്ള ചാനലാണ്. പിന്നെ നിരവധി യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട്, വലുതും ചെറുതൊക്കെ ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും പുറപ്പെടും വണ്ടി. എന്താ കിട്ടുകയാണ് നമുക്ക് കിട്ടിയത് നമ്മളെ ചിത്രം വരച്ച ആളാട്ടോ ഷാഫി. ഒരു വർഷം 3 മാസത്തോളം വീഡിയോകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് മാറ്റിയാൽ മതി. തിരക്കായിട്ടുള്ള ആള് വന്നു. ഇന്നെ കണ്ടില്ല പറയണ്ട, ഇതാണ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഇതാണ് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം. അതായത് നമ്മളെ ചെറിയൊരു ചാനൽ വഴി നമ്മൾ പബ്ലിസിറ്റി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ. അതായത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിപ്പിക്കുന്ന ഒരു പ്രൊഫഷണലിസം നമുക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു തരുന്ന ഒരു യൂട്യൂബറാണ്. അപ്പോൾ ലക്ഷദ്വീപ് ഒക്കെ കഴിഞ്ഞ് വന്നിപ്പോൾ വീട്ടിൽ ലക്ഷദ്വീപിൽ വീഡിയോ കഴിഞ്ഞിട്ടില്ല, അവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്കിൽ. അവിടുന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് നെറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അടുത്ത പരിപാടികളൊക്കെ അപ്ഡേഷനൊക്കെ വരുമല്ലോ. ഇടക്കിടക്ക് ഭയങ്കര ഗ്യാപ്പ് ആവുന്ന ഒരു യൂട്യൂബറാണ്, എല്ലാവരും പരാതി. അതങ്ങനെ സംഭവിക്കും. ഓക്കെ ഓക്കെ സറുഖ കാണാം. ഇപ്പോൾ അഷറഫ് ഖാനെ കണ്ടു, വേറെ കുറേ യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റില്ല. വേറൊരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബി ബ്രോ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ കൂടുതലൊരാൾ ഇങ്ങനെ നിൽക്കണം സാധുവിനെ പോലെ. അപ്പോൾ കൈയോടെ പോക്കി എപ്പോഴെത്തി രാവിലെ ബസ് കയറി വന്നല്ലോ. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ആണോ? കഴിഞ്ഞോ? ട്രിപ്പൊക്കെ കഴിഞ്ഞോ? ട്രിപ്പിനടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയത്. അവരൊക്കെ എന്ത് ചെയ്യും? മറ്റേ കൂടുതൽ എല്ലാവരും അവരൊക്കെ അവിടെ ഉള്ള ആളാണ്. തിരുവനന്തപുരംകാരാ. ട്രിപ്പിന്റെ ആൾക്കാരാണ്, ട്രിപ്പിന്റെ പ്രിയന്മാരെ കാണാൻ വേണ്ടി കൂടെ വന്നേക്കുന്നത്. ശരി എല്ലാവരും സൈഡിക്ക് 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 അപ്പോൾ ആള് പുറപ്പെട്ടു പോയി. ഇനി വീഡിയോകൾ വരും കേട്ടോ. നമുക്ക് ഇനി അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വിദേശത്ത് നിന്നുള്ള വീഡിയോകളൊക്കെ വരും. ഈ എങ്ങോട്ടാണ് പോകാൻ പറഞ്ഞത്? നമ്മൾ അവിടെയാണെന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ. അപ്പോൾ ഓക്കെ, ഞാൻ ബി ബ്രോന്റെ കൂടെ കയറി ദിൽഷാദ് പുറപ്പെട്ടു പോയിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ഉണ്ട് അത്രേ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകാനില്ല. ബി ബ്രോന്റെ ഗിയർ മാറ്റിലൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇതിലാണല്ലോ പിടിച്ചു കയറുന്നത് ഫാൻസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി വന്നിട്ടാ. അവിടെ ഒന്ന് പമ്പിൽ വെച്ച് നമ്മൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യും. അവിടെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. റാഷിദാണ്
മാസ്റ്റർ ആൻഡ് പീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. മാസ്റ്റർ പീസ് അവിടുന്ന് പിന്നെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്ത് പിടിച്ചു. അവിടുന്ന് ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പിടിച്ചു. ഒന്ന് ചുരുക്കി പറഞ്ഞോളാം. പറഞ്ഞ് മടുത്തിട്ടുണ്ടോ പാവം. കുറേ ഇൻ്റർവ്യൂ കൊടുത്തല്ലേ. അതെ, നമ്മൾ ഇന്ത്യ ടു ആഫ്രിക്ക 32 രാജ്യങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് മുംബൈ വരെ പോകും. പിന്നെ മുംബൈയിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് ഷിപ്പ് ചെയ്യും. ദുബായിൽ നിന്നാണ് നമ്മളെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ശരിക്കും ഇവിടെ സ്റ്റാർട്ടായി. പക്ഷേ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. ഫസ്റ്റ് അറബ് സ്റ്റേറ്റ് ദുബായ് തന്നെ. ദുബായ്, പിന്നെ ഒമാൻ, പിന്നെ സൗദി അറേബ്യ, ഖത്തർ, വീണ്ടും സൗദി അറേബ്യക്ക് തന്നെ വരണം. കാരണം സൗദിയിൽ പോയിട്ടോ ഖത്തറിൽ കിടക്കാൻ പറ്റുള്ളൂ. സൗദിയിലേക്ക് തന്നെ വരണം. സൗദി കഴിഞ്ഞിട്ട് പിന്നെ ഈജിപ്ത്, സൗത്ത് സുഡാൻ, ജിബൂട്ടി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 30-32 രാജ്യങ്ങൾ അവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ട്രിപ്പിന്റെ ഡ്യൂറേഷൻ എത്ര സമയം? 1.5 വർഷം. 1.5 വർഷത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മള് കൂടുതൽ ഇനി നിന്ന് ചടപ്പിക്കണല്ലോ. കുറേ ദൂരം പോകാനുള്ളതല്ലേ. പെട്ടെന്ന് മാത്രമല്ല, റഹീമിനെ അറിയാലോ. റഹീം ഒരുപാട് ദൂരത്തു നിന്ന് വരാണ്. കൂടുതലൂർ നമുക്കായിട്ട് വന്നാണ്. അപ്പോൾ റഹീമിന് വേണ്ടി കുറച്ച് സമയം ഞാനും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ തല്ലൂലേ? റഹീമെങ്കിലും തല്ലും. പോയൊക്കെ തരാം. പോയൊക്കെ ഭയങ്കര ബിസിയാണ്. രാവിലെ വരെ കച്ചവടം ഇന്ന് ശനിയാഴ്ച അല്ലേ. അപ്പോൾ ബിസിനസ് ഇട്ട് കളിയില്ല. അതങ്ങനെ തന്നെ ആവണം. നമ്മളെ പരിപാടി അല്ലെങ്കിൽ നമ്മളെ മെയിൻ നമുക്ക് എങ്ങനെയാണോ വരുമാനം വരുന്നത്, അപ്പോൾ അത് മാത്രമേ ഒരു മാർഗ്ഗം ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. കാരണം നമ്മളെ പ്രതീക്ഷ നമ്മളെ കുടുംബം കഴിയുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ. അടിച്ചുപൊളിയൊക്കെ അഡ്വൈസ്. അതായത് പിന്നെ അതെ, അടിച്ചുപൊളിയൊക്കെ. പിന്നെ ഞാൻ ഓരോ ദിവസം ഓരോ കോട്ടുകൾ പറയും. ഇന്നത്തെ കോട്ട് തരുന്നോളി. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. പൊളിക്കണം. വീഡിയോ എന്ന് മുതൽ വരും? ഇന്ന് മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് രാത്രി ട്രിപ്പിൻ്റെ അല്ല, ഫ്ലാഗിൻ്റെ വീഡിയോ നാളെ ഇവിടെ വരുള്ളൂ. ഇന്ന് മുതൽ, അതായത് 30 മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും വീഡിയോ കൊടുക്കണമെന്നുണ്ട്. നമ്മൾ നെറ്റ്വർക്കൊക്കെ അനുകൂലമാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ കൊടുക്കും. ഓക്കെ, നന്ദി, നമസ്കാരം, ആശംസകൾ. നമുക്കേ എന്നാ ഇവിടെ ചെറിയൊരു ഫുഡൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകണം കേട്ടോ. നമ്മളെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ദിൽഷാദിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നൊക്കെ ഫുൾ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഇതാ ആള് വരുന്നത്. ദുബായ് വരെ എത്താനുള്ള ആളാണ്. ഫ്ലാഗ് ഓഫ് നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയുള്ള ഒരു ഹോട്ടലിലായിരുന്നു നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. അതായത് മലബാർ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു ഫുഡ്. ഇവിടെ എന്തിനാണ് ഫുഡ് ഓർഡർ ചെയ്തെന്നുള്ളത് ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ നമ്മൾ മേശപ്പുറത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. വിഭവങ്ങളും അതിൻ്റെ രുചിയും വളരെയധികം സ്പെഷ്യലായിരുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. ശരിക്കും ഈ സ്പോട്ട് ഒരു അപരൻ ബിൽബർ എന്നാണ് പേര്. ജേസനാണ്. കണ്ട അഞ്ചനാണേ പറയുള്ളൂ. തീർച്ചയായും എന്തായാലും ഒരു ചാനൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. YathraToday 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ പവറാക്കി എടുക്കണം. രഹസ്യമൊക്കെ ചെയ്യാം. അപ്പോൾ ദിൽഷാദിന് യാത്രയൊക്കെ വന്നിട്ട് ഞാൻ യാത്ര പറഞ്ഞു പോവാണ്. മാസ്റ്റർ പീസ് പോവുണ്ടോ? ഓക്കെ, ദിൽഷാദ് YathraToday ആൻഡ് മാസ്റ്റർ പീസ് നമ്മളെ ഓക്കെ പോവാണ് കേട്ടോ. ഓക്കെ, എന്നാ ഇനി ദിൽഷാദ് അതെ ദിൽഷാദ് പോവല്ലേ, വർക്കല്ലേ. നമുക്ക് ഒരാള് ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ ഫേസ് കട്ടിൽ വേറൊരാള് കാണാന്. പോട്ടെ, ഞാൻ പോവാണ്. മൂപ്പരുണ്ടല്ലോ ഇവരുടെ കൂടെ. ഓക്കെ, അപ്പൊ വീഡിയോ അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, കേട്ടോ. ബൈ 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 ബൈ. പോവാടാ, വരാ. അപ്പോൾ നമ്മളവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. നമ്മൾ കാക്കാൻ്റെ കൂടെയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകണം. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ ദിൽഷാദ് നേരെ പോവും. പിന്നെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, പോകാം. അപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞു വന്നു. ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വേറൊരു വണ്ടി കയറി നേരെ മഞ്ചേരി.
വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോൾ ഞാൻ രാമനാട്ടുകര ബസ് കയറി ഇപ്പോൾ മഞ്ചേരി എത്തി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ അവിടെ കുറേ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടുമുട്ടാനൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഇതൊക്കെ ആയിട്ട് നമുക്ക് കീപ് ട്രാവലിംഗ് ആൻഡ് കീപ് എൻജോയിങ് യുവർ ലൈഫ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.